ഒരിക്കലും വിവാഹം കഴിക്കാൻ കൊള്ളാത്ത 6 വിഭാഗം സ്ത്രീകളെ കുറിച്ച് പറയാം. ഇതിൽ 6ാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, മിസ് ചെയ്യേണ്ട. ഒന്നാമത്തത് ഹന്നാന എന്ന് പറഞ്ഞാൽ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം തേടിയ ശേഷം വീണ്ടും അതേ ഭർത്താവുമായി പ്രേമം വെച്ച് പുലർത്തുന്നവർ. ഇത്തരക്കാരെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആ രണ്ടാം ഭർത്താവിന് ഒരിക്കലും അവരുടെ ദാമ്പത്യത്തിൽ വിജയം കൈവരിക്കാൻ സാധ്യമല്ല. രണ്ടാമത്തതാണ് അന്നാന എന്ന് പറഞ്ഞാൽ ഒരു രോഗമില്ലാതിരുന്നിട്ടും രോഗം അഭിനയിക്കുന്നവൾ. 24 മണിക്കൂറും ഇങ്ങനെ സാഡായി എപ്പോഴും ഒരു രോഗിയെ പോലെ, ഒരു രോഗം ആക്ച്വലി ഇല്ല എന്നാലും ഒരു രോഗിയായി എപ്പോഴും ഇങ്ങനെ അഭിനയിക്കുന്ന പെൺകുട്ടി. അത്തരം പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ ഭർത്താവിന് അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടാൻ പോകുന്നില്ല. മൂന്നാമത്തത് മന്നാന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഞാൻ അന്ന് 10 പവൻ തന്നോണ്ടല്ലേ നിങ്ങൾ അത് ചെയ്തത്, ഞാൻ 20 പവൻ തന്നോണ്ടല്ലേ നിങ്ങൾ അന്ന് വീട് വെച്ചത്. ഇങ്ങനെ ചെയ്ത കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭർത്താവും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ കൊള്ളൂല. നാലാമത്തത് ഹദ്ദാഖ എന്നാ പറയാ. എന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലും അതുപോലെ പുറത്ത് ആളുകൾ കൊണ്ടുപോകുന്നതുമായ വില കൂടിയ വസ്തുക്കൾ, മറ്റൊരാളുടെ വീട്, മറ്റൊരാളുടെ അനുഗ്രഹങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ആർത്തിയോടെ നോക്കുകയും അതിനെപ്പറ്റി ഇങ്ങനെ എപ്പോഴും പറയുകയും ആ ഭർത്താവ് അങ്ങനെ ചെയ്തു കൊടുത്തു, ഇയാൾ ഇങ്ങനെ ചെയ്തു കൊടുത്തു, അയാൾ ഭാര്യയ്ക്ക് ഇങ്ങനെ സീരിയസ് ആണല്ലോ. നമുക്ക് എത്ര നമ്മളോട് അടുത്ത് പെരുമാറിയാലും ശരി, നമുക്കൊരു നടൻ വരുന്നു എന്ന് തോന്നും നമുക്ക് വരുമ്പോൾ. ഞാൻ ആദ്യമായിട്ട് കണ്ട സമയത്ത് എനിക്ക് മമ്മൂക്കയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യമേ ഇപ്പോഴും അന്നൊക്കെ ഇഷ്ടമാണ്. മഹാനഗരം എന്ന് പറഞ്ഞ KG ജോർജിൻ്റെ സിനിമ. മമ്മൂക്ക ഉണ്ട്. എനിക്കാണെങ്കിൽ ഒരാളോട് അങ്ങോട്ട് കയറി സംസാരിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് ഞാൻ. നമുക്ക് ദൂരെ ഇരിക്കുന്നുണ്ട്, മമ്മൂക്ക എന്നെ കണ്ടു, മമ്മൂക്ക നോക്കി അവിടെ മമ്മൂക്ക മേക്കപ്പ് ചെയ്ത് അഭിനയിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ മമ്മൂക്ക നേരെ വന്നു, ഹലോ നമസ്കാരം, ഞാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അങ്ങോട്ട് ചെല്ലാത്തോണ്ടാ. എനിക്കാ കൂടെ അയ്യോ നമസ്കാരം എന്ന് പറഞ്ഞു. ഞാൻ ചാടി എണീറ്റു. ഞാൻ എൻ്റെ ഏടത്തിൻ്റെ അടുത്ത് റെഡി മമ്മൂട്ടി വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം മമ്മൂക്ക കുറേ സമയം നോക്കണ്ട, എല്ലാവരും പോകുന്നുണ്ട് മമ്മൂക്ക എടുത്ത്. മമ്മൂട്ടി വിചാരിക്കണ്ടാവും ഇതെന്താ ഇവള് മാത്രം ഇങ്ങനെ ഇരിക്കുന്നതല്ല തോന്നൽ ചിലപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതാണ് കേട്ടോ, മമ്മൂക്കൻ്റെ അടുത്ത് എപ്പോഴും നമുക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. എത്ര കൂട്ടാണെങ്കിലും നമുക്ക് ഓക്കെ മമ്മൂക്ക, നമുക്കൊന്നും തർക്കുത്തരം പറയാനായിട്ട് പറ്റാറില്ല, നമുക്ക് ഇടിച്ചു കയറി പോയിട്ട് അങ്ങോട്ട് മിണ്ടാൻ പറ്റില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ സിനിമ ഒരു മായാലോകമാണ്. എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാവാം, ഉണ്ടാവാം. പക്ഷേ അപ്പോൾ ഒരു പക്ഷേ ഇല്ലാണ്ടായാൽ കാലുറപ്പിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവണം എന്ന് എപ്പോഴും ഇന്ന് സംസാരിച്ചാലും പറയും, ഒരു മാസം കഴിഞ്ഞാലും സംസാരിച്ചാലും പറയും, നേരിട്ട് കാണുമ്പോഴും പറയുന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു മമ്മൂക്കയായിരിക്കും. കാരണം മേ ബി അവർ ഇത്രയും കാലത്തോളം അത് കണ്ടതുകൊണ്ട് ഒരു സിനിമയുടെ പോക്കുകളും വരവുകളും ഒക്കെ അവർക്ക് അറിയാമായിരിക്കാം. ഒരുപാട് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അവർ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്തൊക്കെയോ ആയിരുന്നിട്ട് ഒന്നും ആവാണ്ട് പോയ ഒത്തിരി ആൾക്കാർ അവർ കണ്ട അനുഭവത്തിൽ നിന്നായിരിക്കും പറയുന്നത്.